ഏഷ്യയിലെ ആദ്യ രൂപതയായ കൊല്ലം രൂപത വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും ചരിത്രത്തിൻ്റെ മഹത്വവും ചേർന്ന് നിൽക്കുന്ന ഒരു വിശുദ്ധ നിലയമാണ്. സമുദ്ര നഗരമായ കൊല്ലം അനാദികാലം മുതൽ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിന് ഉറച്ച അടിസ്ഥാനം നൽകി. നിരവധി വിശുദ്ധ പിതാക്കന്മാരുടെയും ദൈവദാസന്മാരുടെയും കാൽപ്പാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നിലയിൽ സഭയുടെ പുതുക്കലിനും ജനങ്ങളുടെ ആത്മീയ ഉണർവിനും വേണ്ടി ബിഷപ്പ് ജെറോം തൻ്റെ ദൗത്യം ആരംഭിച്ചു. അൽമായ സംഘടനകളിലൂടെയും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെയും വിശ്വാസികളുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയും സഭയെ കൂടുതൽ സജീവമാക്കുകയും ചെയ്ത ബിഷപ്പ് ജെറോമിൻ്റെ ദർശനം കൊല്ലം രൂപതയുടെ ചരിത്രത്തിലും ഭാവിയിലും അനശ്വരമായി പതിഞ്ഞു. സഭയുടെ ചരിത്രത്തിൽ വിശ്വാസികളുടെ കൂട്ടായ്മയെ പുതുക്കിയ ഒരു മഹത്തായ ദർശകൻ, ദൈവദാസൻ ബിഷപ്പ് ജെറോം. തൻ്റെ ജീവിതത്തിലൂടെ സഭയുടെ നവീകരണത്തിന് വഴികാട്ടിയായ അദ്ദേഹം ഇന്നും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ പ്രകാശമാണ്. അൽമായ സംഘടനകൾ. സഭ വെറും വൈദികരുടെ മാത്രം സമൂഹമല്ല, അത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അൽമായരുടെ പങ്കാളിത്തം ഉറപ്പാക്കണം എന്നതാണ് ബിഷപ്പ് ജെറോമിൻ്റെ ദർശനം. കുടുംബങ്ങളും യുവജനങ്ങളും സ്ത്രീകളും സഭയുടെ ജീവശക്തി തന്നെയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അൽമായ സംഘടനകൾക്ക് അദ്ദേഹം നൽകിയ പ്രോത്സാഹനം സഭയെ ജനകീയമാക്കി, അതെ, ജീവനുള്ളതാക്കി. കരിസ്മാറ്റിക് പ്രസ്ഥാനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം വിശ്വാസികളുടെ ഹൃദയത്തിൽ തീ പകരുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനം. പ്രാർത്ഥനാ കൂട്ടായ്മകളിലും കൺവെൻഷൻസിലും പ്രൈസ് ആൻഡ് വർഷിപ്പ് മുഖാന്തരം ആയിരങ്ങൾ പുതുജീവൻ നേടി. കരിസ്മാറ്റിക് പ്രസ്ഥാനം സഭയുടെ ആത്മീയ പുനരുജ്ജീവനം ആണെന്നതിൽ ബിഷപ്പ് ജെറോം ഉറച്ചുനിന്നു. അദ്ദേഹത്തിൻ്റെ കൈത്താങ്ങും പ്രോത്സാഹനവും കരിസ്മാറ്റിക് പ്രസ്ഥാനം സഭയുടെ ജീവശക്തിയായി മാറ്റി. ജീവിത അനുഭവങ്ങളിലൂടെയുള്ള ദൈവവാസം വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് പിതാവ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തു. സഭയിലെ കൂദാശകൾക്ക് പ്രാധാന്യം നൽകുന്ന വിധം പ്രസംഗിക്കണമെന്ന് വചനപ്രഘോഷകരെ തിരുമേനി ഉദ്ബോധിപ്പിക്കുമായിരുന്നു. വചനം പഠിപ്പിക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള സഭയുടെ അധികാരത്തെ അദ്ദേഹം എന്നും ഓർമ്മിപ്പിച്ചു. നവീകരണം കത്തോലിക്ക വിശ്വാസികളെ വഴിതെറ്റിക്കാതിരിക്കാനും പിതാവ് ശ്രദ്ധിച്ചിരുന്നു. ദൈവജനത്തെ ബോധവൽക്കരിക്കാനും വിശ്വാസത്തിൽ ഉറപ്പിക്കാനും കരിസ്മാറ്റിക് ധ്യാനം ഉതകുന്നുവെന്ന്
അനുഭവത്തിലൂടെ അറിഞ്ഞ പിതാവ് ധ്യാനിപ്പിക്കുന്നവർ ഇടവകയിലെ പുളിമാവ് പോലെ ആയിരിക്കണം എന്നുപദേശിച്ചിരുന്നു. സാമൂഹിക ദൗത്യം. വിശ്വാസം പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നില്ല, സേവനത്തിലൂടെയാണ് അത് തെളിയുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, പിന്നോക്ക വിഭാഗങ്ങളുടെ ഉയർച്ച. ബിഷപ്പിന്റെ കരുതൽ വളർന്നു. സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ മുഖമുദ്രയായി. സേവനത്തിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം സമൂഹത്തിൽ തെളിയിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിത പാഠം. അനുഗ്രഹ പാരമ്പര്യം. ദൈവദാസൻ ബിഷപ്പ് ജെറോമിന്റെ ദർശനം ഇന്നും സഭയെ നയിക്കുന്നു. അൽമായ സംഘടനകളുടെ വളർച്ചയ്ക്കും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ ശക്തിപ്പെടലിനും അദ്ദേഹത്തിന്റെ കരങ്ങൾ. സഭയ്ക്ക് ഒരു ദർശകൻ, വിശ്വാസികൾക്ക് ഒരു ആത്മീയ പിതാവ്, സമൂഹത്തിന് ഒരു സേവകൻ. അതായിരുന്നു ബിഷപ്പ് ജെറോം. അദ്ദേഹത്തിന്റെ ജീവിതം ഭാവി തലമുറയ്ക്ക് ഒരിക്കലും മാഞ്ഞു പോകാത്ത പ്രചോദനമാണ്. കൊല്ലം രൂപതയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന്റെ സ്ഥാപനം രൂപതയെ നവീകരിക്കുവാനും കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുവാനും സാധിച്ചു എന്നുള്ളത് ശ്ലാഘനീയമാണ്. വചനപ്രഘോഷകരെ ഉദ്ബോധിപ്പിക്കുന്നതിനും ക്രിസ്തീയ ജീവിതം ദൈവാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ജെറോം പിതാവ് ആഗ്രഹിച്ചു. വചനം വ്യാഖ്യാനിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള സഭാ അധികാരത്തെ പിതാവ് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ജെറോം പിതാവിൻ്റെ മനോഭാവത്തിൽ കരിസ്മാറ്റിക് നവീകരണം ഒരു പ്രസ്ഥാനമല്ല എന്നും ഇതൊരു ജീവിത രീതിയാണെന്നും മനസ്സിൻ്റെ രൂപാന്തരണം വഴി ജീവിത വിശുദ്ധി ഉണ്ടാകുമെന്നും ജെറോം പിതാവ് വിശ്വസിച്ചു. ദൈവദാസൻ ബിഷപ്പ് ജെറോം സഭയെ പുതുക്കിയ ആത്മീയ പ്രകാശം. അൽമായ സംഘടനാ മേഖലയിലും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലും തെളിഞ്ഞ അദ്ദേഹത്തിൻ്റെ ദർശനം ഇന്നും സഭയ്ക്ക് ഒരു അനുഗ്രഹം, ഭാവി തലമുറയ്ക്ക് ഒരു മാർഗദീപം. അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ദിവ്യാനുഗ്രഹം. ദൈവദാസൻ ബിഷപ്പ് ജെറോമിൻ്റെ ദർശനവും ദൗത്യവും ഇന്നും MSST കോൺഗ്രിഗേഷന്റെ ജീവിതത്തിലും സേവനത്തിലും തെളിഞ്ഞു നിൽക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ആത്മീയ മാതൃകയിൽ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ജീവിക്കുന്ന സഹോദരിമാരുടെ സമർപ്പണമാണ് ബിഷപ്പിന്റെ ദൗത്യത്തിന്റെ ജീവൻ. ഒരു മഹാനായ ദേവദാസന്റെ സ്വപ്നം, വിശ്വാസികളുടെ ഐക്യം, കരിസ്മാറ്റിക് പുതുക്കൽ, സഭയുടെ വളർച്ച MSST സഹോദരിമാർ മുഖാന്തരം ഇന്നും ലോകമെങ്ങും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സഭയുടെയും സമൂഹത്തിൻ്റെയും നവീകരണത്തിനായി ജീവിതം സമർപ്പിച്ച ദൈവദാസൻ ജെറോം പിതാവിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രണാമം. അദ്ദേഹത്തിൻ്റെ ദർശനവും ദൗത്യവും എന്നും നമ്മെ വഴി നടത്തട്ടെ. നന്ദി.